രാധാകൃഷ്ണവരം. പണ്ട് പരശുരാമൻ വളരെ കാലം തപസ് ചെയ്തിട്ടും തപസിദ്ധി വരാത്തതിനാൽ അഗസ്ത്യ മഹർഷിയെ ശരണം പ്രാപിച്ചു. ഏതു വിധത്തിലുള്ള ജന്മജന്മാന്തര കർമ്മങ്ങളെയും നശിപ്പിച്ച് പരിശുദ്ധമാകുവാൻ ശ്രീ അഗസ്ത്യ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മന്ത്രത്താൽ രാധാകൃഷ്ണന്മാരെ പ്രത്യക്ഷപ്പെടുത്തി. പരശുരാമനിൽ സംപ്രീതരായ രാധാകൃഷ്ണന്മാർ ഇഷ്ടമുള്ള വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. എപ്പോഴും തനിക്ക് രാധാകൃഷ്ണ ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. എപ്പോൾ സ്മരിച്ചാലും ഉടൻ തന്നെ വരാമെന്ന് അനുഗ്രഹിച്ച് രാധാകൃഷ്ണന്മാർ ഗോലോകത്തിലേക്ക് തിരിച്ചുപോയി. ഒരിക്കൽ ശ്രീ മഹാദേവനിൽ നിന്നും ഗോലോകത്തെയും ശ്രീ രാധാകൃഷ്ണന്മാരെയും കുറിച്ചറിഞ്ഞ ശ്രീ പാർവതിക്ക് രാധാകൃഷ്ണന്മാരുടെ മനോഹര രൂപം കാണുവാൻ അതിയായ ആഗ്രഹം തോന്നി. അതറിഞ്ഞ മഹേശ്വരൻ ഒന്നും പറയാതെ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ശ്രീ പാർവതിയാകട്ടെ രാധാകൃഷ്ണ സ്മരണയിൽ മുഴുകിക്കഴിഞ്ഞു. ഒരു ദിവസം പരശുരാമൻ തൻ്റെ ഗുരുവായ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ കൈലാസത്തിലെത്തി. എന്നാൽ അച്ഛൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് വിനായകനും മുരുകനും അദ്ദേഹത്തെ തടഞ്ഞു. അവർ തമ്മിൽ വാക്കുതർക്കമായി. ഗണപതി തൻ്റെ തുമ്പിക്കരം കൊണ്ട് മഹർഷിയെ എടുത്ത് വട്ടം ചുഴറ്റി. കോപിഷ്ഠനായ പരശുരാമൻ ശിവനാൽ നൽകപ്പെട്ട പരശു എന്ന ആയുധം ഗണപതിയുടെ നേരെ പ്രയോഗിച്ചു. മഴുവിനാൽ ഗണപതിയുടെ ഇടത് കവിളും കൊമ്പിന്റെ പകുതിയും മുറിഞ്ഞുപോയി. ചോര പുരണ്ട കൊമ്പ് നിലത്ത് വീണാൽ ബ്രഹ്മാണ്ടം തന്നെ നശിക്കുമെന്നറിയാവുന്ന പരശുരാമൻ ആ കൊമ്പിൻ കഷ്ണം നിലത്ത് വീഴുന്നതിന് മുൻപ് തന്റെ കയ്യിൽ പിടിച്ചു. ഈ ബഹളങ്ങളെല്ലാം കേട്ട് പാർവതി പരമേശ്വരന്മാർ അവിടേക്ക് വന്നു. ശിവന്റെ ശിഷ്യവാത്സല്യമറിയാവുന്ന ശിവപാർഷദന്മാർ പ്രതികരിച്ചില്ല. ദേവിയാകട്ടെ മകന്റെ ദുരവസ്ഥയിൽ മനം നൊന്തു പറഞ്ഞു. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നീ ദാനം, ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി, എന്നാൽ അതും നൽകി അനുഗ്രഹിക്കൂ. മകൻ പരിക്കേറ്റ് മരിക്കിലെന്ത് മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ, രാമൻ ജഗൽ സത്തമാണ് പോലും വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം എന്നിങ്ങനെ പലതും പറഞ്ഞുവെങ്കിലും ശ്രീപരമേശ്വരൻ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. പരശുരാമനാകട്ടെ മുറിഞ്ഞ കൊമ്പും കയ്യിലടക്കി നിലത്ത് കിടക്കുകയാണ്. എന്ത് നടക്കുമെന്ന് ആദിയോടെ എല്ലാവരും നിൽക്കുമ്പോൾ പരശുരാമൻ രാധാകൃഷ്ണന്മാരെ സ്മരിച്ചു. ആ നിമിഷം തന്നെ എല്ലാവരുടെയും ഹൃദയത്തെ പരമാനന്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് മനോഹരമായ വേണുഗാനം കൈലാസ ശൈലോപരിയിൽ നിന്നും ഒഴുകി വന്നു. ചുരുക്കം ചില ഋഷീശ്വരന്മാർക്ക് മാത്രം കേൾക്കാൻ ഭാഗ്യമുണ്ടായ ആ നാദമാധുരിയിൽ സർവചരാചരങ്ങളും അലിഞ്ഞു നിന്നു. പുത്രദുഃഖത്താൽ കലങ്ങിയ മനസ്സുമായി നിന്ന പാർവതീദേവി എല്ലാം മറന്നു. ആനന്ദ സമാധിയിൽ ലയിച്ചു. കൈലാസവാസികൾക്ക് കർണാമൃതമായി കേട്ട ആ മുരളീനാദത്തിന് പിന്നാലെ കണ്ണുകൾക്കുത്സവമായി ആകാശമണ്ഡലത്തിൽ കാണപ്പെട്ട ഒരു തേജസ് അവരുടെ മുന്നിലേക്ക് മന്ദം മന്ദം ഒഴുകി വന്നു. കണ്ടാലും കണ്ടാലും മതിവരാത്ത ആ പ്രഭാപൂരത്തിൽ പരസ്പര പ്രേമത്തിന്റെ മികവുറ്റ രൂപമായ ഒരു അത്ഭുതാംഗനും അത്ഭുതാംഗിയുമായിരുന്നു. കാർമേഘ കാന്തിയുള്ള ശരീരമുള്ളവനും ഓടക്കുഴലോട് കൂടി തിളങ്ങുന്ന പാണികളുള്ളവനും മനോഹരമായ നീലക്കുന്തളത്തിൽ മയിൽപീലി ചൂടിയവനും ആരെയും മയക്കുന്ന മന്ദഹാസം പൊഴിക്കുന്നവനുമായ അത്ഭുതാത്മാവ്. കൂടെ ചെമ്പകപ്പൂ തോൽക്കുന്ന നിറത്തോടു കൂടിയവളും ഇളം വെയിലിൽ വിടർന്ന താമര പോലെ പൂമുഖത്തോട് കൂടിയവളും പവിഴകാന്തിയുള്ള ഉടയാട ധരിച്ചവളും ഒരു കയ്യിൽ താമരപ്പൂവും മറുകൈയിൽ വാൽക്കണ്ണാടിയും ധരിച്ച അത്ഭുതാംഗി. എല്ലാവരും വിസ്മയിച്ചു നിൽക്കെ സുസ്മേരവദനായി മഹാദേവൻ പറഞ്ഞു, മുരന്തക ശ്രീധര ദേവി രാധികെ, വരാം വരാം, സ്വാഗതം. ഇത് കേട്ട എല്ലാവർക്കും തങ്ങളുടെ മുൻപിൽ സാക്ഷാൽ രാധാകൃഷ്ണന്മാരാണെന്ന് മനസ്സിലായി. വീണ് വീണ് നമിച്ചു. രാധാദേവി തൻ്റെ ഇടത് കൈയാൽ ഗണപതിയുടെ കവളിൽ തലോടിയപ്പോൾ മുറിവെല്ലാം ഇല്ലാതായി. ദേവിയുടെ ഇടത് കൈയിൽ അമൃതുണ്ട്. പിന്നീട് പരശുരാമനെ എഴുന്നേൽപ്പിച്ചു. ഗണപതിയുമായി പിണക്കം മതിയാക്കി പരസ്പരം കൈ കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. കൈ കൊടുക്കുന്നതിനിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊമ്പ് പരശുരാമൻ ഗണപതിയെ ഏൽപ്പിച്ചു. ലോക നന്മയ്ക്കായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. മാത്രമല്ല പാർവതീദേവിയുടെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ കൊമ്പ് പിന്നീട് പ്രയോജനമായി തീരുമെന്ന് അനുഗ്രഹിച്ച് രാധാകൃഷ്ണന്മാർ ഗോലോകത്തേക്ക് യാത്രയായി. പിന്നീട് ഭാഗവതം എഴുതുന്ന വേളയിൽ എഴുത്താണി ഒടിഞ്ഞപ്പോൾ ഇതുകൊണ്ടാണത്രേ മുഴുവൻ എഴുതി തീർത്തത്.